അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചമ്മാട് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപകനും കൂടിയായ KC മുഹമ്മദ് ബാക്കവി ഉസ്താദാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാവ് കൂടിയായിരുന്ന ഹൈദർ ഉസ്താദ് അദ്ദേഹവുമായി 2 വർഷം അടുത്ത് ഇടപഴകാൻ അവസരം ലഭിച്ച ഒരാളാണ് ഈ ഉള്ളവൻ. 1992 വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹത്ത് അറബിക് കോളേജിലെ എൻ്റെ അവസാന വർഷത്തിൽ ഷാബാൻ മാസത്തിൽ പരീക്ഷ വെല്ലൂരിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാബുട്ടി ഹാജിയോടൊപ്പം ഒരു സംഘം വെല്ലൂരിൽ വന്ന നേരത്ത് അതിൽ ഹൈദർ ഉസ്താദും ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അവിടെ വെച്ച് തന്നെ ദാറുൽഹുദയിലേക്ക് ഉസ്താദായി ഞാൻ നിയമിക്കപ്പെടുകയും ചെയ്തു. ഇവിടെ വന്ന് റമദാൻ കഴിഞ്ഞ് ശവ്വാൽ മുതൽ സേവന മേഖലയിൽ കഴിഞ്ഞു കൂടുന്നതിനിടയിൽ ബഹുമാനപ്പെട്ട ഹൈദർ ഉസ്താദ് ഇവിടെ നിത്യസന്ദർശകനും ദാറുൽഹുദയുടെ തലപ്പത്ത് അമരക്കാരനായി സേവനം ചെയ്യുകയും ചെയ്യുന്ന നേരത്ത് ഒരു ഉസ്താദ്, ഒരു അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ 2 വർഷത്തിനിടയിൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി, പഠിക്കുന്ന വിദ്യാർത്ഥികളോട്, തൻ്റെ ശിഷ്യന്മാരോട്, മുത്തഅല്ലിമീങ്ങളോട് അതിരറ്റ സ്നേഹം പ്രകടിപ്പിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. അവൻ കുട്ടിയല്ലേ, ഞാൻ അവൻ്റെ ഉസ്താദല്ലേ എന്നൊരു നിലപാട് മക്കളോട് പുലർത്താതെ സ്വന്തം സ്നേഹിതന്മാരെ പോലെ അടുത്ത് ഇടപഴകി മക്കൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ അതീവ തൽപരനായിരുന്നു ബഹുമാനപ്പെട്ടവർ. ആ താല്പര്യത്തിൻ്റെ പുറമെ, അഥവാ സ്നേഹത്തിൻ്റെ പുറമെ, ബഹുമാനവും കൂടി കുട്ടികളോട് വെച്ച് പുലർത്തിയിരുന്നു. ഒരിക്കൽ ഉസ്താദ് ദാറുൽഹുദ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഏതാനും ചില കുട്ടികൾ ഗേറ്റ് കടന്ന് പുറത്തേക്ക് അനുവാദമില്ലാതെ കടന്നപ്പോൾ ഓഫീസിലുണ്ടായിരുന്ന ഒരാൾ, ആ ചക്കന്മാരിപ്പ് കണ്ടില്ലേ, ഗേറ്റ് കടന്ന് പുറത്തു പോകുന്നു എന്നൊരു വാക്ക് ഇരിക്കുന്നിടത്തുനിന്ന് പറഞ്ഞതാണ്. അത് കേട്ടപാടെ ബഹുമാനപ്പെട്ട ഹൈദർ ഉസ്താദ് ആ വാക്ക് പറഞ്ഞ, ആ കാര്യം സംസാരിച്ച ഓഫീസിലുള്ള വ്യക്തിയോട് വളരെ കർക്കശമായി ശകാരിക്കുകയുണ്ടായി. ദീനിയായ ഇൽമ പഠിക്കുന്ന, ഖുർആനും ഹദീസും പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളെ നീ ചക്കന്മാരെന്ന് വിളിച്ചടാ, അവരെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പാടില്ല, അവർ ബഹുമാനിക്കപ്പെടേണ്ടവരാണ് എന്നൊക്കെ പറഞ്ഞ് ആ പദപ്രയോഗത്തെ വളരെ നിശിതമായി വിമർശിക്കുകയും അങ്ങനെ മുത്തഅല്ലിമീങ്ങളെ പറഞ്ഞേക്കരുത്, അവർ ദീൻ പഠിക്കുന്ന മക്കളാണ് എന്ന് പറഞ്ഞ് അതിനെ ശാസിക്കുകയും ഉപദേശിക്കുകയും ചെയ്തത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതേപോലെ മടുപ്പുളവാക്കാത്ത രൂപത്തിലാണ് കുട്ടികളെ വളർത്തിയെടുക്കേണ്ടത് എന്നതിൽ നിർബന്ധ ശാഠ്യമുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. ഇതുപോലെ തന്നെ ഒരിക്കൽ അദ്ദേഹം ഓഫീസിലിരിക്കുമ്പോൾ വൈകുന്നേരം അസ്ർ നിസ്കാരം കഴിഞ്ഞ് ചായയും കുടിച്ചാൽ കുട്ടികൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ഉസ്താദ് അവിടെ ഇരിക്കുമ്പോൾ ഇനിയും കുട്ടികൾ ദീർഘനേരം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഉസ്താദിന് ഇഷ്ടമുണ്ടാകില്ല. അതിനാൽ വളരെ പെട്ടെന്ന് കുട്ടികളെ പള്ളിയിലേക്കാക്കി തീർക്കണം എന്ന് വിചാരിച്ച് ഓഫീസിൽ നിന്ന് ഒരാൾ വേഗം ബെല്ലടിക്കുകയും കുട്ടികളെ അകത്തോട്ട് പള്ളിയിലേക്ക് കയറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹം ആ ബെല്ലടിച്ച ഓഫീസറോട് പറഞ്ഞത്, നീ ദീർഘനേരം കുട്ടികളെ പള്ളിയിലിരുത്തി ദിക്ർ ചൊല്ലിപ്പിച്ച് അവരെ മടുപ്പുണ്ടാക്കാൻ വേണ്ടി, അങ്ങനെ ഇവിടെ നിന്ന് കൊഴിഞ്ഞു പോകുന്നവരാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ? ഇനി ബാങ്ക് കൊടുക്കാൻ അരമണിക്കൂറിലധികമുണ്ട്. ഇത്രയും അധിക നേരം പള്ളിയിലിരുന്ന് അവരെ കൊണ്ട് ദിക്ർ ചൊല്ലിപ്പിച്ചാൽ അവർക്ക് മടുപ്പുണ്ടാവുകയും അവർക്ക് ഇതിനോട് നീരസം തോന്നുകയും അവർ ഇവിടെ നിന്ന്, ഈ മേഖലയിൽ നിന്ന് തന്നെ വിട്ടൊഴിഞ്ഞു പോകാൻ കാരണമാവുകയും ചെയ്യുകയില്ലേ? അതിനാൽ വൈകുന്നേരം മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പുള്ള തസ്ബീഹ് വെറും 8 മിനിറ്റേ പാടുള്ളൂ, അതിലധികമായി സമയം അവിടെ ഇരുത്തുന്ന രൂപത്തിൽ ബെല്ലടിച്ച് അവരെ പള്ളിൻ്റെ ഉള്ളിലേക്ക് ആക്കി തീർക്കരുത് എന്ന് പറഞ്ഞ് ആ കാര്യം ഉപദേശിച്ചതും ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു വലിയ പാഠങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ നാടും വീടും ഒക്കെ വിട്ടൊഴിവാക്കി മാതാപിതാക്കളിൽ നിന്ന് അകന്ന് വേറെ സ്ഥലത്ത് ഒരു സ്ഥാപനത്തിൽ വന്ന് താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സിന് ഇണങ്ങുന്ന രൂപത്തിൽ ഇവിടുത്തെ കാര്യങ്ങൾ നീക്കുകയും വെറുപ്പോ വിദ്വേഷമോ ഇല്ലാതെ, നീരസം വരാതെ, വളരെ റാഹത്തോടു കൂടെ അവരുടെ മാനസികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നൊരവസ്ഥയാണ് ഉസ്താദുമാരുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് എന്ന നല്ലൊരു പാഠമാണ് എനിക്കതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്. ബഹുമാനപ്പെട്ടവരോട് കൂടെ ചില പരിപാടികളും പ്രോഗ്രാമും പങ്കെടുക്കാൻ വേണ്ടി യാത്ര ചെയ്യാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ
എൻ്റെ ഉസ്താദിയായ ജീവിതത്തിന് വലിയ മാറ്റമുണ്ടാക്കുകയും വലിയ പാഠം ഉൾക്കൊള്ളാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഉസ്താദായാൽ വിദ്യാർത്ഥികളുടെ മുന്നിൽ ഒരു ഗുരുനാഥനാകുമ്പോൾ എങ്ങനെയാകണം, എങ്ങനെ ആയിക്കൂടാ എന്ന വിഷയത്തിൽ വളരെ കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ടവരിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികൾ വിദ്യാർത്ഥികളാണ്, പഠിക്കുന്നവരാണ്. മുത്തഅല്ലിമ് ആ താ ഉള്ള സമയത്ത് മുഅല്ലിം ആയിട്ടില്ല, മുത്തഅല്ലിമ. അപ്പോൾ അവരിൽ ചില അപാകതകളും പോരായ്മകളും ഉണ്ടായെന്ന് വരും. പക്ഷേ അത് സതുപദേശത്തിലൂടെ അവർക്ക് തിരുത്തി കൊടുക്കുകയും ആ തെറ്റ് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന രൂപത്തിലാകണം അവരോട് ഇടപെടേണ്ടത് എന്ന് ഉസ്താദിന് നിർബന്ധമുണ്ടായിരുന്നു. അതീവ സ്നേഹമാണ് ഉസ്താദ് പലപ്പോഴും കുട്ടികളോട് കാണിച്ചിരുന്നത്. ആ ഒരു സ്നേഹമില്ലാതെയുള്ള ഒരു വാർഡന്മാരൊക്കെ ചിലപ്പോൾ കാണിക്കുന്നത് പോലെയുള്ള പരുഷ സ്വഭാവം അത് ഉസ്താദുമാരിൽ നിന്ന് കുട്ടികളോടുണ്ടായാൽ അദ്ദേഹം ശക്തമായി എതിർക്കുകയും അതിന് വെറുപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതിനാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഉസ്താദിന് ഉണ്ടാകേണ്ട പല ഗുണങ്ങളും ബഹുമാനപ്പെട്ടവരിൽ നിന്ന് നേടിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹം ആ വിഷയത്തിൽ എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. അതൊക്കെയും എന്നെക്കൊണ്ട് സാധ്യമാകുന്ന രൂപത്തിൽ ഉൾക്കൊള്ളുകൊണ്ട് നീങ്ങാൻ എനിക്കിവിടെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ അത് എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാണ് ഞാൻ. അവരൊക്കെ ഉമ്മത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ അള്ളാഹു സ്വീകരിച്ച് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.